ഇതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 3 ടീസ്പൂൺ പഞ്ചസാര എന്നിവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് പൈനാപ്പിളിൽ കോട്ട് ചെയ്ത് എടുക്കണം. ഈ മിക്സ് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഓരോന്നിലായിട്ട് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ എല്ലാ പൈനാപ്പിളിലും നമുക്ക് ഈ മിക്സ് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാക്കുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം നമുക്കിതിലേക്ക് ബട്ടറോ എണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി എല്ലായിടത്തേക്കും ഒന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്യാം. നെയ്യ് പൊടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവട്ടെ. ഇതിൽ കിടന്നിട്ട് നല്ല നെയ്യിൻ്റെയും പഞ്ചസാരയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട്.
നമുക്കിതിങ്ങനെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല എരിവും പുളിയും മധുരമൊക്കെയുള്ള നല്ലൊരു പൈനാപ്പിൾ ഫ്രൈ ആണിത്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.